നമസ്കാരം ഭക്തജനങ്ങളെ. കുറ്റിക്കാട്ട് അമ്മയുടെ തിരുനാൾ മഹോത്സവം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മീനമാസത്തിലെ അശ്വതി തിരുനാളാണ് അമ്മയുടെ പ്രധാന ഉത്സവം. അശ്വതി തിരുനാളിനോടനുബന്ധിച്ച് വള്ളിയാങ്കാവിൽ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള പ്രധാന പൂജകളും വഴിപാടുകളും ഒക്കെ തന്നെ ക്ഷേത്രാംഗങ്ങളിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻകൊള്ളങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷം വളരെ പ്രൗഢഗംഭീര്യമായ തരത്തിൽ തന്നെ ആഘോഷിക്കാൻ ഭക്തജനങ്ങളും നാട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നു. ഈ മാസം മാർച്ച് 31 അശ്വതി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ പള്ളി ഉണർത്തൽ, പ്രഭാത പൂജകൾക്ക് ശേഷം പൊങ്കാലയ്ക്ക് ശേഷം മഹാപ്രസാദമൂട്ട് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. അമ്മയുടെ തിരുനാൾ ദിവസമായ എല്ലാവർക്കും തന്നെ ഏകദേശം 50,000 ആൾക്കാർക്കുള്ള ഭക്ഷണം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. എല്ലാ സർവ്വവിധ വിഭവങ്ങളോടും കൂടിയ പ്രധാനപ്പെട്ട സദ്യ, വഴിപാട് സദ്യയാണ് നമ്മൾ ഒരുക്കുന്നത്. ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അതിൽ ഉണ്ടാകും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം മണിപ്പുഴ ജംഗ്ഷനിൽ നിന്നും നടക്കുന്ന താലപ്പൊലി ഘോഷയാത്ര വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. ദേശതാലപ്പൊലി എന്നറിയപ്പെടുന്നു. ദേശത്തുള്ള എല്ലാ സ്ത്രീജനങ്ങളുടെ ഉത്സവമായിട്ട് തന്നെ അത് ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഘോഷങ്ങളുടെ ഭാഗമായി വളരെയധികം ഫ്ലോട്ടുകളും ഗജവീരന്മാരുടെ അകമ്പടിയോടെയും ഭഗവതിയെ എഴുന്നള്ളിച്ചു വന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നതും അതിനുശേഷം വടക്കുപുറത്ത് വലിയ ഗുരുതി മണ്ഡപത്തിൽ വലിയ ഗുരുതി ആഘോഷം നടക്കുകയാണ്. 12 പാത്രത്തിലായി നടത്തുന്ന വലിയ ഗുരുതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം പങ്കുചേരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്വാതന്ത്ര്യം വിനയപുരം ഞങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ വർഷത്തെ പ്രസാദവോട്ടിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഓരോ വ്യക്തികൾ മാത്രം നടത്തി വരുന്ന ഒരു ചടങ്ങായിരുന്നു പ്രസാദവോട്ട്. അത് ഈ വർഷം തൊട്ട് നമ്മൾ എല്ലാ ഭക്തജനങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാകാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അതും നമ്മുടെ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഒരു വ്യക്തി തന്നെ അത് നടത്തുമ്പോൾ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായി തീർന്നുകൊണ്ട് എല്ലാവർക്കും അതിനകത്ത് പങ്കുചേരാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞങ്ങൾ കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ഈ വർഷം ഒരു പ്രസാദവോട്ടിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സംഭാവന കൂപ്പണുണ്ട്. ആ സംഭാവന കൂപ്പൺ ക്ഷേത്ര ഓഫീസിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സംരംഭത്തിൽ എല്ലാവർക്കും പങ്കുചേരാൻ പറ്റുന്നതായിരിക്കും. അതിലേക്ക് എല്ലാവരുടെയും സന്മനസ്സുകളായിട്ട് എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും തന്നെ അതിനകത്ത് പങ്കുകൊണ്ട് എല്ലാവർക്കും ആത്മശാന്തിയും സൗഭാഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലെല്ലാവരും പങ്കുചേരുക. നന്ദി, നമസ്കാരം.